വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു മിനി അക്വേറിയം ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് ആയിട്ട് പോകുന്ന, അതായത് ഇന്റീരിയർ ഡിസൈനിലേക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്ന PVC ബോർഡ് കൊണ്ട് നമ്മളൊരു ചെറിയൊരു അക്വേറിയം ആണെന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് രണ്ട് മെറ്റീരിയലാണ്. ഒന്ന് നമുക്ക് ഗ്ലാസ് വേണം, അതുപോലെ തന്നെ നമുക്ക് PVC ബോർഡ് വേണം. അപ്പോൾ PVC ബോർഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ കിച്ചൺ ക്യാബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ PVC ബോർഡ് എന്ന് പറയുന്നത്. ഇത് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ അക്വേറിയത്തിന്റെ ഔട്ടർ ബോഡി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു PVC ബോർഡിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4.25 ഇഞ്ചാണ് ഇതിന്റെ സൈസ്. ഇതൊരു കറക്റ്റ് ഒരു മെഷർമെന്റ് ഒന്നുമല്ല, ഇത് നമ്മൾ വേസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇന്റീരിയർ ഡിസൈൻ നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവർ ഒഴിവാക്കിയിട്ടൊരു പീസ് നമ്മൾ കളക്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഔട്ടർ ബോഡി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു PVC ബോർഡിനെ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് വളച്ചെടുക്കണം. നമ്മുടെ കയ്യിലുള്ള PVC ബോർഡ് നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് റൗണ്ടിൽ വളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഉരുളിയാണ്. അതായത് ഉരുളി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉരുളി എടുത്തിരിക്കുന്നത്. അപ്പോൾ കാനുള്ള ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ കിട്ടുന്ന ഏതൊരു സാധനത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോർഡ് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കൈവശമുള്ള PVC ബോർഡ് ഏകദേശം 10 mm തിക്നെസ് ഉള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കൈകൊണ്ട് നമുക്ക് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് സിമ്പിളായിട്ട് വളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹീറ്റ് ഗണ്ണാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ഗണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മളിത് ചൂടാക്കിയിട്ടാണ് നമ്മളിത് വളച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ PVC ബോർഡ് ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒന്നാമത് തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ഫ്ലെക്സിബിൾ ആയി വരുന്നത്. അപ്പോൾ നമ്മുടെ PVC ബോർഡ് ഇതേ ചൂടാക്കി ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് ഇതേ വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഈ ഉരുളിയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മുഴുവനായിട്ട് ഇത് വളച്ചെടുക്കാൻ കഴിയില്ല. പതുക്കെ വേണം നമ്മളിത് വളച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഭാഗം വളയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ ഉരുളിയുടെ ഔട്ടർ ഫ്രെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളച്ച ഭാഗം അവിടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മിനി വൈസ് നമ്മളിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ശരിക്കും സീ ക്ലാമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സീ ക്ലാമ്പ് വെക്കാനായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സീ ക്ലാമ്പ് നമ്മുടെ കൈവശം കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മിനി വൈസ് വെച്ചിട്ടാണ് ഇവിടെ ടൈറ്റ് ആക്കി വെച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇത് രണ്ട് സൈഡും നമ്മൾ ഒരുപോലെ ചൂടാക്കി പതുക്കെ വളച്ച് നമ്മൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇനി ആക്കി എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ PVC ഫ്രെയിം ഇതേ നമ്മൾ കറക്റ്റ് റൗണ്ടിൽ വളച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് തുറന്നില്ല, ഏകദേശം ഒരു അരമണിക്കൂറിന് മേളിൽ നമുക്ക് ഇതിന് വേണ്ടി സമയം എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജോയിന്റ് കറക്റ്റ് ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് നമ്മളിത് നോക്കണം. ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ കറക്റ്റ് ഗ്രൈൻഡ് ചെയ്ത് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ജോയിന്റ് നമ്മൾ പശ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഗം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മളിവിടെ ഇത് ഒട്ടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ വുഡ് ഫില്ല് തന്നെയാണ്. വുഡ് ഫില്ല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ PVC ഫ്രെയിം ഇതേ നമ്മൾ വുഡ് ഫില്ല് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരു പീസും കൂടി ഒരു 6 mm ഒരു പീസും കൂടി നമ്മൾ ഇതിൻ്റെ പുറത്തോട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളിതിൽ വെള്ളം നിറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒട്ടിച്ച ഈ ജോയിൻ്റ് അങ്ങനെ വിട്ടുപോകുന്ന ചെറിയൊരു സംശയം അതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു പീസും കൂടി നമ്മൾ ഇതിൻ്റെ പുറത്തോട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ വെള്ളം നിറച്ചാൽ പോലും ഇത് വിട്ടുപോകത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രെയിം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒട്ടിക്കാനുള്ള ഗ്ലാസ് നമ്മളിവിടെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ് നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിക്കൺ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജെല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രെയിമിലൂടെ ആദ്യം നമ്മൾ ജെല്ല് അടിച്ചു വെക്കണം. അപ്പോൾ ജെല്ലടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ജെല്ലടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ സിലിക്കൺ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഗ്ലാസ് കറക്റ്റായിട്ട് വെച്ചു. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ മറിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇപ്പോൾ തന്നെ വെച്ചതായത് കാരണം ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം കെയർ ചെയ്ത് വേണം നമ്മൾ തിരിച്ചു വെക്കാൻ. അപ്പോൾ കുഴപ്പമൊന്നും കൂടാതെ നമ്മളിപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിലിക്കൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്ലാസ് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഗ്ലാസ് വെച്ച് ശരിക്കും നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെച്ചിരിക്കുന്ന സിലിക്കൺ നല്ലപോലെ ഇതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി ഗ്യാപ്പ് ഫില്ലാകുന്ന രീതിയിൽ നല്ലപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലാസ് വെച്ച് അമർത്തിയതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാൻ ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മുടെ സിലിക്കൺ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വടിച്ച് നമ്മൾ നല്ലൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് വെയിറ്റ് കയറ്റി വെച്ചെടുക്കല്ലേ, കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം കയറ്റി വെച്ചതിന് ശേഷം ഓവർ വെയിറ്റും കയറ്റി വെക്കരുത്. ഏകദേശം അത്യാവശ്യം താങ്ങുന്ന ഒരു വെയിറ്റ് നമ്മളിതിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഏകദേശം ഒരു 12 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഗമ്മൊക്കെ ഒന്ന് ഒട്ടി നിന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇനി ബാക്കി പണി നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇനി ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ ഗ്ലാസ് ഒട്ടി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയൊരു പണിയുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ അക്വേറിയം നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന PVC ബോർഡ് തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം ഫ്രെയിമായിട്ട് എടുത്തിരിക്കുന്നത് 12 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ്. 12 ഇഞ്ച് നീളം, ഏകദേശം 5.25 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ 2 പീസുകളാണ്. അതായത് സെയിം വീതിയിൽ നമ്മൾ 6 ഇഞ്ചിൻ്റെ 2 പീസുകളും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ ബോട്ടം പീസായിട്ട് വെക്കുന്ന 12 ഇഞ്ചിൻ്റെ പീസിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് 90 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ 6 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ പീസ് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് നമുക്കൊരു പീസ് ഒട്ടിക്കണം. അപ്പോൾ സെൻട്രൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന പീസിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ പീസും കറക്റ്റ് 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ വുഡ് ഫിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ പീസ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അടിയിൽ വെച്ചതുപോലെ തന്നെ 12 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ 4 ഇഞ്ചിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഓരോ പീസും കൂടെ ഒട്ടിച്ചതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 13 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു പീസ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സെയിം പീസ് തന്നെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ പുറകിനായിട്ട് ചെറിയൊരു ഡോർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് നമുക്ക് ഇതുമേന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഒരു പീസിൽ നമ്മളൊരു വിജാഗിരി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ പുറകിൽ നമ്മൾ ഈ ഡോർ സെറ്റ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മീനിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ അഡാപ്റ്റർ, പമ്പ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആരും കാണാതെ സേഫായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അക്വേറിയം, അതായത് നമ്മൾ ഒട്ടിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റ് വെച്ചിരുന്ന അക്വേറിയം ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ അക്വേറിയത്തിന്റെ ഒരു ഫിനിഷിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അക്വേറിയത്തിൽ ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതായത് നമ്മുടെ ഈ അക്വേറിയത്തിനുള്ളിലേക്ക് നമുക്ക് വെള്ളവും കാര്യങ്ങളും ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സംവിധാനങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് നമ്മളൊരു ഡോർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാം. അങ്ങനത്തെ നമ്മുടെ അക്വേറിയത്തിന്റെ ഡോർ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് തുറക്കുകയും അടക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് വേണ്ട ലൈറ്റ് നമ്മൾ ഈ ഡോറെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ലൈറ്റിന്റെ വയർ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ഈ അടിയത്തെ ഈ നമ്മുടെ ഈ ബോക്സിന്റെ ഉള്ളിലേക്കാണ്. അതായത് നമ്മൾ ഡോർ വെച്ചിരിക്കുന്ന ആ ബോക്സിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ വയർ കൊണ്ടുപോകുന്നത്. ലൈറ്റിന്റെ വയർ നമ്മൾ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അഡാപ്റ്റർ നമ്മൾ സേഫ് ആയിട്ട് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെയാണ് നമ്മുടെ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിൽറ്റർ നമ്മൾ ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിൽറ്റർ വളരെ വലുതായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം ഒരു ഔട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിന്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേറെ കാര്യം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം നിറച്ച് മീൻ നമുക്ക് ഇടാൻ പറ്റില്ല. ഒരു 2 ദിവസമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ഇതിനുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് മീനുകളെ നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടാങ്കിനകത്ത് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈവശമുള്ളത് നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ 2 കുഞ്ഞന്മാരിപ്പുണ്ട്. ഈ കുഞ്ഞന്മാരെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. കുറച്ച് നേരം ഈ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുക്കി വെക്കണം. അതിന് ശേഷമേ നമ്മൾ ഇതിനകത്തേക്ക് തുറന്നു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ കയ്യിലുള്ള മീൻ കുഞ്ഞുങ്ങൾ 2 ഇപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.
അങ്ങനത്തെ നമ്മുടെ അക്വേറിയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കൈവശമുള്ള മീൻ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാർ നമ്മുടെ അക്വേറിയത്തിനുള്ളിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി, നമ്മൾ ഒഴിച്ച വെള്ളത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മുടെ വെള്ളത്തിന് ചെറിയൊരു ചെടി കളഞ്ഞൊരു കളർ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രശ്നം നമുക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ വെള്ളം മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ പോസിബിൾ ആയ കാര്യമല്ല. കാരണം നമുക്ക് വേറെ ഇത്രയും ക്ലിയർ ഉള്ള വെള്ളം നമുക്കിപ്പോൾ കിട്ടാനില്ല. പിന്നെ നമുക്ക് ആർപ്പാട് ചെയ്യാന്നുള്ളത് നമ്മുടെ മീനിൻ്റെ എണ്ണം കുറച്ചും കൂടി കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിച്ച് കുറഞ്ഞ സ്പേസിൽ കുറച്ച് മീനുകൾ മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ മീൻ വേണമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള നമ്മളിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ചതിൻ്റെ ടോട്ടൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രാത്രി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് LED ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണ് നമ്മുടെ LED ലൈറ്റ് നമ്മുടെ അക്വേറിയത്തിന് ഒരു ഷോ നൽകുന്നത് നമ്മൾ ഇനി നോക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലൈറ്റ് ഓൺ ആക്കിയത് തന്നെ നല്ല കിടിലൻ വ്യൂ ആണ് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ അക്വേറിയങ്ങളിൽ ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇടുന്ന മീനുകൾക്കനുസരിച്ചാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഗോൾഡൻ ഫിഷ് പോലുള്ള മീനുകളാണ് ഇടുന്നതെങ്കിൽ എപ്പോഴും നമ്മളൊരു വൈറ്റ് അല്ലെങ്കിൽ വാം വൈറ്റ് കളറിലുള്ള ലൈറ്റുകളാണ് നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു 3-4 കളറിൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ലൈറ്റ് ഇടുമ്പോഴും കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഔട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു 4 കളറിൽ നമ്മൾ ലൈറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കളറിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ഓരോ ലൈറ്റും നമുക്ക് ഓൺ ആക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ വൈറ്റ് കളർ LED നമ്മളിപ്പോൾ മാറ്റിയേക്കാണ്. അപ്പോൾ ഓരോ ലൈറ്റ് ഇടുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ വാം വൈറ്റിൽ വേറൊരു ഭംഗിയാണെങ്കിൽ വൈറ്റിൽ വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മീൻ നമ്മൾ ഇടുന്ന മീനിനനുസരിച്ച് ഇതിൻ്റെ ഭംഗിയിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൈറ്റിൽ നിന്ന് നമ്മൾ നേരെ ചേഞ്ച് ചെയ്തത് റെഡിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം റെഡ് കൊടുത്തപ്പോൾ നമ്മുടെ അക്വേറിയം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കണേ. അതായത് വേറെ ലൈറ്റുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ അക്വേറിയം ഈ ഒരു റെഡ് ലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു അപാര ലുക്ക് തന്നെയായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു മിഡ് നൈറ്റ് സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുത്ത് ഈ ഒരു ആംബിയൻസിൽ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപാര വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റെഡിൽ നിന്ന് പിന്നെ നമ്മൾ ഗ്രീനിലേക്ക് ചേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ ഗ്രീനിലേക്കും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതേ എഫക്റ്റ് തന്നെയാണ്. അതായത് റെഡ് നമുക്ക് തരുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഗ്രീനും തരുന്നത്. റെഡിൻ്റെ അത്ര നമുക്ക് വരില്ലെങ്കിൽ പോലും ഗ്രീനും അത്യാവശ്യം നല്ലൊരു കളർ തന്നെയാണ് അക്വേറിയങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ അക്വേറിയം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വാം വൈറ്റ് കോമ്പോയിലാണ്. വാം വൈറ്റും കൂടി ചേർന്ന ഒരു കോമ്പോയിലാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് പുറത്തേക്കാനേ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ PVC ബോർഡ് നമ്മൾ വളയ്ക്കാൻ ഉപയോഗിച്ചത് ഹീറ്റ് ഗൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഹീറ്റ് ഗൺ ഇല്ലാതെ നമുക്ക് ഇത് സിമ്പിളായിട്ട് വളയ്ക്കാൻ പറ്റും. അതായത് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ PVC ഷീറ്റ് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ഗുഡ് ബൈ.